ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുല്ലപ്പൂവിൽ നിന്നും എങ്ങനെ നമുക്ക് അതിൻ്റെ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ അത്തർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് മുല്ലപ്പൂവ് ഒരു ബോളിൽ എടുക്കുക. നമ്മളെ വീട്ടിൽ ആദ്യം കുറച്ച് മുന്നേ വീഡിയോ ഞാൻ എടുത്തു വെച്ചതായിരുന്നു മുല്ലപ്പൂ ഉണ്ടായ സമയത്ത്. ജാസ്മീൻ്റെ ഓയിൽ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു. മുല്ലപ്പൂ നമ്മളൊരു ബോളിലെടുത്തു. അതിന് ശേഷം നമ്മളൊരു നൂലിൽ കോർക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളെ മക്കളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ മുല്ലപ്പൂ ഒരു നൂലിൽ ഉള്ളിടത്തോളം മുഴുവൻ മുല്ലപ്പൂ നമ്മളിങ്ങനെ കോർക്കുക. ഇത് കുറേ മുല്ലപ്പൂ ഉണ്ടെങ്കിലാണ് കുറച്ച് ഏകദേശം ഒരു 6 ml അല്ലാന്നുണ്ടെങ്കിൽ 5 ml 8 ml ഒക്കെ നമുക്ക് ഇതിന് ഓയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ബോൾ ഒരു അരക്കപ്പിൻ്റെ ബോളോളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്ഷമയോട് കൂടി ചെയ്യേണ്ട പണി തന്നെയാണ്. അങ്ങനെ മുഴുവൻ മുല്ലപ്പൂ ഏകദേശം നമ്മൾ കോർത്ത് കഴിഞ്ഞ് കുറച്ചും കൂടിയും ബാക്കിയുള്ളൂ. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വൃത്തിയാക്കി വെച്ചതായിരുന്നു. ആ ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് നമ്മൾ ആ മുല്ലപ്പൂവിൻ്റെ ആ കോർത്ത് വെച്ച മാല, ആ നൂലോടുക്കനുള്ള മാല നമ്മളതിക്ക് പതുക്കെ ഇറക്കി കൊടുക്കുക. മാക്സിമം മുല്ലപ്പൂവും നാശമാവാതെ, കേട് വരാതെ, കംപ്ലൈൻറ്റ് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആ ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള അടപ്പുണ്ട്, നൂല് പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് വെയിലത്ത് വെക്കുക. ഏകദേശം ഞാൻ രാവിലെ മോർണിംഗ് വെയിലിനാണ് വെച്ചിട്ടുള്ളത്. ഒരു ഡേ ഫുൾ വെയിൽ അത് കൊണ്ട് കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ ഉച്ചോളായി. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ആ ഗ്ലാസും ആ ഷീറ്റും നല്ല ഹീറ്റായുള്ള സ്ഥലം, വെയിലുള്ള നല്ല ചൂടുള്ള സ്ഥലമാണല്ലോ. അതിനുശേഷം അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വാടുമ്പം ആ മുല്ലപ്പൂവിൻ്റെ നീര്, അതിനുള്ള ഓയിൽ കുറേശ്ശെ ബോട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറി വരുന്ന നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, മുല്ലപ്പൂവിൻ്റെ ഇത് തുറക്കുമ്പോൾ കറക്റ്റ് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലല്ല ഇപ്പോൾ വന്നത്. എന്നിട്ടതിന് ശേഷം മുല്ലപ്പൂ കുറച്ച് കേട് വന്ന് പോയിട്ടുണ്ട്. അത് വെയിൽ കൊണ്ട് അതിനുള്ള നീര് മൊത്തം വറ്റി പോകുന്നില്ലേ. നമ്മളൊന്നുമില്ല, നീരെടുക്കാനുള്ള വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അതിന് ശേഷം ആ ഗ്ലാസിൻ്റെ ബോട്ടിൽ നിന്ന് ചെറിയൊരു ഗ്ലാസിൻ്റെ ഡബ്ബയൊക്കെ ഈ ഡബ്ബയൊക്കെ നമ്മൾ മാറ്റി കൊടുത്തു. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇത് 10 ml ബോട്ടിലാണ്. 10 ml ബോട്ടിൽ ഒരു 4 ml അല്ലെങ്കിൽ 5 ml ഒക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഉള്ളത് പ്യുവർ ഓയിലാണ്. നല്ല സ്മെല്ലും ഉണ്ട്, തരക്കേടില്ലാത്ത സ്മെല്ലുണ്ട്. നമുക്ക് ഷോപ്പുകളിൽ നിന്ന് അത്ര വാങ്ങുന്ന അതേ സ്മെല്ല് തന്നെ നമുക്കിതിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഓയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കമൻസും കാര്യങ്ങളൊക്കെ താഴെ അറിയിക്കുക.